പോയ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും അത് കാണാതെ പോയ, കണ്ടില്ല എന്ന് നടിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. നിങ്ങളെ അവഗണിച്ച, പലപ്പോഴും അപഹസിച്ച ഒരു മുൻ ഗവൺമെന്റ് ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമ്പോൾ ആ ഒഴുകിപ്പോകുന്നതിന് നിങ്ങൾ പാവപ്പെട്ട ഈ സഹോദരന്മാരോട് കണ്ണുനീരിന്റെ പുഴ ആണ് അത് ഒഴുക്കിക്കളഞ്ഞത് എന്ന് ഞാൻ പറയും. ഞാൻ പല അധികാരികളോടും അതിനോടൊപ്പം നിന്നപ്പോ ഞാനൊരു സഹയാത്രികനായിരുന്നു കുറെ കാലം. ആ പ്രസ്ഥാനത്തോടൊപ്പം അതിന്റെ സഹയാത്രികനായിരുന്നപ്പോൾ പലരോടും ഉത്തരവാദിത്തപ്പെട്ട പലരോടും പല കുറി ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. ശ്രീ വി പ്രകാശൊക്കെ അതിനെക്കുറിച്ച് അറിയാം. പക്ഷെ അവരൊക്കെ അപ്പോഴൊക്കെ എന്നെ ചില കണക്കുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചിയിൽ നടക്കുന്ന ഒരു മഹാസാംസ്കാരിക സംഗമം ഡിസംബറിൽ നടക്കാൻ പോകുന്നതിന്റെ ഒരു ആലോചനാ യോഗത്തിൽ കോടികൾ മുടക്കി മാനവികതയും മനുഷ്യസ്നേഹവും സഹജീവികളെ ചേർത്ത് പിടിക്കലുമൊക്കെ വിഷയമാക്കിയുള്ള ലോകസമാധാനവും മനുഷ്യസ്നേഹവും മാനവികതയും ഒക്കെ വിഷയമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര സംഗമം നടക്കുന്നു. ആ ചർച്ചാവേദികൾ, സാംസ്കാരിക സിംഹങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്ന ഒരു ചർച്ചാവേദികൾ ആണ് നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായിട്ട് ആദരണീയനായിട്ടുള്ള സഖാവ് എം എ ബേബി ചുമതലയേൽക്കുമ്പോൾ അദ്ദേഹത്തോടാണ് ആദരണീയനായ അന്നത്തെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉണ്ടായിരുന്ന ഒരു മീറ്റിംഗിലാണ്. സാംസ്കാരിക സ്ഥാപനങ്ങളുടെ മുഴുവൻ ചെയർമാൻമാരുണ്ടായിരുന്ന, മറ്റ് ഭാരവാഹികൾ ഉണ്ടായിരുന്ന, സാരഥികൾ ഉണ്ടായിരുന്ന ആ വേദിയിലാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു നല്ല ആശയമാണ്, ഗംഭീരമായ ആശയമാണ്. ലോകത്തിന് മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു നല്ല ആശയമാണ് മനുഷ്യ സ്നേഹത്തെക്കുറിച്ച്. നമ്മളിത് നടത്തുമ്പോ, ഈ കോടികൾ മുടക്കി ഇത് നടത്തുമ്പോ, ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കുറെ പാവപ്പെട്ട സഹോദരന്മാർ കുറെ ദിവസമായി മഴയും വെയിലും ഒക്കെ പഠിച്ച് ഒരു താൽക്കാലം പോലും കിട്ടാൻ അനുവാദമില്ലാതെ, അവരങ്ങനെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരമില്ലാതെ അവരൊരു വലിയ പോരാട്ട ഒരു സമരത്തിന്റെ ഭാഗങ്ങളുടെ ആ സമരം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അത് എത്രയും വേഗം അങ്ങ് ഇടപെട്ട് അത് പരിഹരിക്കാൻ അതിന് ഇടപെടണം എന്ന് വളരെ വിനീതമായ ഒരു അഭ്യർത്ഥന. അന്ന് പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്തയായി. എന്തുതന്നെയായിരുന്നാലും ശരി, ഇവിടെ പോയി വിശേഷിപ്പിച്ചതുപോലെ ഒരു രക്തസാക്ഷി പരിരക്ഷണമെന്ന് എനിക്കില്ല. അതൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലുള്ള എന്റെ ഒരു വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. ഒരു കലാപ്രവർത്തകൻ എന്നുള്ള ഒരു വികാരമാണ് ഞാൻ ഇവിടെ പ്രകടിപ്പിച്ചത്. അത് വ്യക്തിപരമായ ഒരു സാക്ഷി പരിരക്ഷണമെന്ന് എനിക്ക് ആവശ്യമില്ല. പക്ഷേ അത് പറയേണ്ടതാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.